മാനസിക അസ്വസ്ഥതയെ തുടർന്ന് തെരുവിലലഞ്ഞ യുവാവ് ഒടുവിൽ ബന്ധുക്കൾക്കൊപ്പം ജന്മനാട്ടിലേക്ക് മടങ്ങി. തമിഴ്നാട് ഉസലാംപെട്ടി സ്വദേശി മായക്കാള എന്ന യുവാവാണ് 2.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിയത്. ജീവകാരുണ്യ പ്രവർത്തകരുടെ ഇടപെടലിലാണ് നാട്ടിലേക്കുള്ള മടക്കം. 2.5 വർഷം മുമ്പാണ് മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന നിലയിൽ തമിഴ്നാട് മധുര ഉസലംപെട്ടി സ്വദേശിയായ മായക്കാള കേരളത്തിലെത്തുന്നത്. കൊല്ലം ജില്ലയിലെ തെരുവോരങ്ങളിൽ മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങൾ ധരിച്ച ഇയാളെ ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശൻ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് സുഹൃത്തായ ബാബുവിൻ്റെ സഹായത്തോടെ ഇയാളെ കുളിപ്പിച്ച് വൃത്തിയാക്കി ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം കോയിവിള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. 1 മാസത്തെ ചിട്ടയായ ജീവിതത്തിലൂടെ ഇയാൾ മാനസിക നില വീണ്ടെടുത്തു. പിന്നീട് ഇയാൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളെയും കണ്ടെത്തി. ബന്ധുക്കൾ നാട്ടിലെത്തിയതോടെ ശക്തികുളങ്ങര ഗണേശ്, ബാബു, ശ്യാം ഷാജി, ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം മാനേജിംഗ് ട്രസ്റ്റി കുഞ്ഞച്ചൻ ആറാടൻ എന്നിവർ ചേർന്ന് മായക്കാളയെ ബന്ധുക്കൾക്ക് കൈമാറുകയായിരുന്നു. ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെത്തിച്ച് നടപടികൾ പൂർത്തിയാക്കി ഇയാളെ യാത്രയാക്കി. அங்கேருந்து நாங்கள் இப்போ சின்ன பேர் நல்ல முறையில் காவல்துறை மூலிமா கொடுக்குறோம். எத்தனை வருஷம் ஆகி? 1 மாதம் ஆகிடுச்சு. காவல் நிலையம் அவன் வீட்டை விட்டு போய் 2.5 வருஷம். 2.5 வருஷம். அது போலீஸ் கம்ப்ளைண்ட் ஏதாவது? அவங்க கொடுத்துருக்க ஒத்த காவல் நிலையத்தில் எங்கள் கிராமத்து பக்கத்தில் இருக்குது. இந்த அளவுக்கு எந்த பிரச்சனை இருக்கா? பிரச்சனைகள் இருந்தால் அப்படி தான். அதே வகையில் மனநோய் மாதிரி இருக்கேன். கல்யாணம் முடிக்காதனால வீட்டில் மாடு மேய்ச்சிக்கிட்டு இருந்தேன். കല്യാണം മുടിച്ചിരിക്ക? മുടിയില്ല. ഇല്ല. 1 മാസം മുന്നേ ഇവിടെ സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്റ്റേഷൻ പരിധിയിലെ സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ ഗണേഷ് ചേട്ടൻ്റെ സഹായത്തോടെ നമ്മൾ അടുത്തുള്ള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭയകേന്ദ്രത്തിൽ 1 മാസത്തെ ചികിത്സ കൊണ്ട് അദ്ദേഹം ഏകദേശം ഓക്കെ റെഡിയായിരിക്കുകയാണ്. അതിനുശേഷം ബന്ധുക്കളെ വിളിച്ചു വരുത്തി ഞങ്ങളെ ബന്ധുക്കൾക്ക് കൈമാറുകയാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹം നമ്മളെ ഗണേഷ് കുമാറായിട്ട് എടുത്ത ഒരു എഫർട്ട് പറയാതിരിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പം 1.5 മാസത്തിൽ കൂടുതലായി. പിന്നെ വളരെ നിഷ്ഠമായിട്ട് അലിഞ്ഞിരും ജടയൊക്കെ പിടിച്ചാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിൽ പോലീസിൻ്റെ സഹായത്തോടുകൂടി, ശക്തികുളങ്ങര പോലീസിൻ്റെ സഹായത്തോടുകൂടി ഞാനും ബാബു, ശ്യാം എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലാക്കിയായിരുന്നു. അവിടെ നിന്നാണ് ഇയാൾ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചാനലിൽ വാർത്തയിലും കൊടുത്ത് അദ്ദേഹത്തിന് അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.